എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പേരൻറ്റിങ് ടിപ്സ്, അതായത് കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് പാർട്ട് 2. നമ്പർ 5, ആഗ്രഹവും ആവശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവരെ പഠിപ്പിക്കുക. ടീച്ച് ദം ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാണ്ട്സ് ആൻഡ് നീഡ്സ്. ടീച്ച് ദം ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാണ്ട്സ് ആൻഡ് നീഡ്സ്. കുട്ടികൾക്ക് ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. ഉദാഹരണത്തിന്, ഭക്ഷണവും വിദ്യാഭ്യാസവും ആവശ്യമാണ്, പക്ഷേ കളിപ്പാട്ട് ഒരാഗ്രഹമാണ്. ഇതവരെ ജീവിതത്തിൽ മുൻഗണനകൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കും. 6, അവരുടെ ജോലികൾ ഷെഡ്യൂൾ ചെയ്യുക. ഷെഡ്യൂൾ ദെയർ വർക്ക്. കുട്ടികളുടെ ദിനചര്യകൾ ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കുക. പഠനം, കളി, വിശ്രമം എന്നിവയ്ക്ക് ഒരു സമയക്രമം ഉണ്ടാക്കുക. ഇതവരെ സമയം കൈകാര്യം ചെയ്യാനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പഠിപ്പിക്കും. 7, നിർബന്ധിക്കുന്നതിന് പകരം ബോധ്യപ്പെടുത്തുക. കൺവിൻസ് ദം റാദർ ദാൻ കമ്പല്ലി. കുട്ടികളെ നിർബന്ധിക്കുന്നതിന് പകരം കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിന്റെ മുറി വൃത്തിയായി സൂക്ഷിച്ചാൽ നിനക്ക് കളിക്കാൻ കൂടുതൽ സ്ഥലം കിട്ടും. റാദർ നീ നിന്റെ മുറി വൃത്തിയാക്കുക എന്ന് പറയുന്നതിനേക്കാട്ടി ഭേദം ഇതാണ്. ഇതവരെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കും. 8, നിന്റെ കുട്ടികളിലൂടെ ജീവിക്കരുത്. ഡോണ്ട് ലീവ് ത്രൂ യുവർ ചിൽഡ്രൻ. നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്. അവർക്ക് സ്വന്തം താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പിന്തുടരാൻ അനുവദിക്കുക. ഇത് അവരുടെ വ്യക്തിത്വ സ്വാതന്ത്ര്യവും വളർത്തും. 9, നല്ല ആളുകളാൽ ചുറ്റപ്പെടുക. സറൗണ്ട് ദം വിത്ത് ഗുഡ് പീപ്പിൾ. കുട്ടികളെ നല്ല സുഹൃത്തുക്കളും ഉപദേശകരും ഉള്ള അന്തരീക്ഷത്തിൽ വളർത്താൻ ശ്രമിക്കുക. നല്ല മാതൃകകൾ അവരുടെ മൂല്യങ്ങളും പെരുമാറ്റവും രൂപപ്പെടുത്തും. 10, ഇല്ല എന്ന് പറയാൻ പഠിപ്പിക്കുക. ടീച്ച് ദം ടു സേ നോ. കുട്ടികളെ അവരുടെ അതിരുകൾ സംരക്ഷിക്കാൻ പഠിപ്പിക്കുക. ഇല്ല എന്ന് പറയാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് അവർക്ക് അനുകൂലമില്ലാത്ത കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം പറയാൻ പ്രേരിപ്പിക്കുക. ഇത് അവരുടെ ആത്മവിശ്വാസം മൂല്യവും വർദ്ധിപ്പിക്കും. ഈ 2ാമത്തെ പാട്ടിൽ ഇത്രയേ ഉള്ളൂ. ഇനിയും ബാക്കിയുള്ള